നിൽക്കുന്ന വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസം ഗാസയിലെ റഫയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥന് പരിക്കേറ്റതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. വ്യോമസേന പൈലറ്റുമാരുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ഹമാസിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ആയുധങ്ങൾ വെടിയണമെന്ന സമാധാന കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഹമാസിന് ഉദ്ദേശ്യമില്ലെന്നും ഇതിന് ഇസ്രായേൽ തക്കതായ രീതിയിൽ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ സൈനിക വാഹനം ലക്ഷ്യമാക്കി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതായും ഇതിനൊരു ഉദ്യോഗസ്ഥന് നേരിയ പരിക്കേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു. എന്നാൽ ഈ ആരോപണം ഹമാസ് നിഷേധിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ഉപേക്ഷിച്ചു പോയ പൊട്ടിത്തെറിക്കാത്ത ബോംബുകളാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും ഇക്കാര്യം മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും ഹമാസ് വക്താവ് മഹ്മൂദ് മിർദാവി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 സമാധാന പദ്ധതി പ്രകാരം ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ മാത്രമേ ആയുധം താഴ്വെക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട്.